ഹലോ, നമുക്കൊരു മോരുകറി ഉണ്ടാക്കിയാലോ? അതിനായി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തക്കാളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്ത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അടുപ്പത്ത് ചട്ടി ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഉള്ളി, തക്കാളി എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കാം, നല്ലപോലെ ഇളക്കണേ. ആ ഇളക്കി വെച്ചതിലോട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ തക്കാളി, ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം മാത്രം വേണം ചേർക്കാൻ. പിന്നെ ഞാൻ നേരത്തെ തൈര് കടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. തൈര് മിക്സിയിലോ നമ്മളെ കടയണ സാധനം വെച്ചോ നന്നായിട്ട് കടയണം. കട്ട ഉണ്ടാവാൻ പാടില്ല, കാരണം വേറെ നിൽക്കും, ഒരു ടേസ്റ്റും കിട്ടത്തില്ല. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതിലോട്ട് ഒഴിക്കാൻ. ഫ്ലെയിം കൂട്ടാൻ പാടില്ല, തൈര് തിളപ്പിക്കാൻ പാടില്ല, കാരണം പിരിഞ്ഞു പോയിട്ട് അതിനെക്കൊണ്ട് ഗുണം ഉണ്ടാവില്ല, കഴിക്കാൻ പറ്റൂല. എന്നിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം മെല്ലനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കൈ എടുക്കാൻ പാടില്ല, പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഇളക്കിയതിന് ശേഷം ഇത്തിരി ചൂടാകുമ്പം ഫ്ലെയിം എന്നാട് ഓഫ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഫിനിഷിങ്ങിലെത്തണം. എന്നിട്ട് ഞാൻ അതെൻ്റെ ഏട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് അടുത്ത വേറെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.